നിങ്ങളിപ്പോ വരുന്ന പോലെ അഭിനയിക്ക്. ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ, വാ വാ വാ. പറഞ്ഞിട്ടുണ്ടെങ്കില് നമുക്കിപ്പോ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവരുടെ അടുത്ത് ഇത്തിരി നേരം സ്പെൻഡ് ചെയ്താൽ മതി, നമ്മളതൊക്കെ മറന്നു പോകും. ഇങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ ഫോട്ടോ അപ്പൊ എനിക്ക് കാണാൻ ഞാൻ എന്താ ചെയ്യണേ. ദേവുവിനെ പറ്റി ഇപ്പൊ എന്താ പറയാ? ദേവുവിനെ പറ്റി പറയുകയാണെങ്കിൽ ദേവു നമ്മുടെ എല്ലാം കണ്ണും ചിമ്മാതെ എങ്ങോ പായാൻ എന്നുള്ളം തുളുമ്പുന്നിതാ. കുഞ്ഞിലേ തൊട്ട് ഞാനും ദൈവവും ഒരുമിച്ച് കളിച്ചു വളർന്ന അങ്ങനെ കളിക്കൂട്ടുകാരും കൂടെയാണ്. ചേച്ചി കൂടാതെ ഒരു കളിക്കൂട്ടുകാരി കൂടെയാണ്. ഇത്രയും കൊരുത്തം കെട്ട ഒരു കൊച്ച്. ഭയങ്കര കുറുമ്പി, ഞങ്ങളുടെ ചുണക്കുട്ടനാണ്. അതെ. ഈ കാറ്റിന്റെ പിന്നാലെ ആരുമില്ലാതെ ഷീസ് എ നൈസ് ക്യാരക്ടർ. എന്താ പറയാ, ഒരു ചിൽപ്പിലാണ്. എനിക്ക് ഭയങ്കര ഫണ്ണാണ് ആള്. ആള് ഒരു ഓളമാണ് ശരിക്കും പറഞ്ഞു. ദേവുവിനെ ഇന്ന് കണ്ടപ്പോ, വെഡിങ് ഡ്രസ്സിൽ കണ്ടപ്പോ നമുക്ക് വളരെയധികം സന്തോഷമുണ്ടായി. അവള് കുറെ നാളായിട്ട് പ്ലാൻ ചെയ്ത് ഏറ്റവും കൂടുതൽ, അതായത് എല്ലാ കാര്യങ്ങളും അവള് തന്നെയാണ്. ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ട് ഏറ്റവും കൂടുതൽ ഇതിനു വേണ്ടി ഡാൻസ് ആയാലും എല്ലാം സെറ്റ് ചെയ്യാൻ, ഇന്നത്തെ എൻട്രി ഡാൻസ് ആയാലും എല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടി മുന്നിട്ട് നിന്ന് റൈഡാണ് നമ്മുടെ ദേവു. അതെ, അടിപൊളിയായിരുന്നു. ദേവൂട്ടി എന്റെ കസിനാണെങ്കിലും പണ്ട് തൊട്ട് എന്റെ സ്വന്തം ചേച്ചിനെ പോലെയാണ് എന്നെ കണ്ടേക്കുന്നത്. അതെ, സ്വന്തം ചേച്ചിയാണ്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ചെന്ന് സംസാരിക്കും, എല്ലാം സെറ്റാക്കി തരും. நான் போகும் பாதையெங்கிலும் மௌனம் நிலைத்த நெஞ்சிலும் கனாவில் எந்தன் காதல் கொண்டு வா. സൺ ആൻഡ് മൂണോட மேரேஜ் டுடே. நான் ரொம்ப ஹாப்பி. என்னோட வேர்ல்டுல தேவிகா தான் மூன், சன் அனந்து. ஸோ ரெண்டு பேர்த்தோட மேரேஜ் இன்னைக்கு நான் பார்க்கறதுக்கு ரொம்ப അമേസിംഗാ இருக்கு. എന്ത് നമ്മൾ ഏത് സ്റ്റേജിലാണ് ദേവി ചേച്ചിയോടൊപ്പം പോയാൽ നമ്മളതൊക്കെ മറക്കും. നമ്മൾ ഫുൾ ആ ഒരു ഫൺ മൂഡ്, നമ്മൾ എന്താ പറയാ, ആ ഒരു ടൈം നല്ലോണം വെൽ സ്പെൻഡ് എന്നുള്ള പോലെയാണ്. We have waited for this big day. അവളായിരുന്നു ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ഈ ഒരു ബിഗ് ഡേനേക്കാളും. ആൻഡ് വി ആർ സോ ഹാപ്പി ഫോർ ഹർ. എന്തായാലും നല്ല രീതിക്ക് പോട്ടെ. ഹാപ്പി മാരീഡ് ലൈഫ്. ഹാപ്പി മാരീഡ് ലൈഫ് ദേവു.